നമസ്കാരം. ഹൈദരാബാദ് നഗരത്തിലെ സ്ത്രീ സുരക്ഷയുടെ യഥാർത്ഥ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി സാധാരണക്കാരിയായി ബസ് സ്റ്റാൻഡിലെത്തി പോലീസ് കമ്മീഷണർ. മൽക്കാജ്ഗിരി പോലീസ് കമ്മീഷണർ വി സുമതി IPS ആണ് വേറിട്ട പരീക്ഷണവുമായി എത്തിയത്. സാധാരണക്കാരിയായ ബസ് യാത്രികരുടെ വേഷത്തിലെത്തിയ കമ്മീഷണറെ 3 മണിക്കൂറിനുള്ളിൽ ശല്യം ചെയ്തത് 40ഓളം പുരുഷന്മാർ. വിദ്യാർത്ഥികളും സ്വകാര്യ മേഖലയിലെ ഉയർന്ന ജോലിക്കാരും ഇവരിൽ ഉൾപ്പെടും. കമ്മീഷണറെ ശല്യം ചെയ്ത എല്ലാവരെയും മഫ്തിയിലെത്തിയ പോലീസുകാർ പിടികൂടുകയും ചെയ്തു. ഹൈദരാബാദ് നഗരത്തിലെ തിരക്കേറിയ ദിൽസുഖ്നഗർ ബസ് സ്റ്റാൻഡിന് സമീപമാണ് സാധാരണ വസ്ത്രം ധരിച്ച് ഒരു യാത്രക്കാരി എന്ന വ്യാജേന സുമതി IPS എത്തിയത്. അർദ്ധരാത്രി 12:30 മുതൽ പുലർച്ചെ 3:30 വരെ 3 മണിക്കൂറായിരുന്നു കമ്മീഷണറുടെ ഈ പരിശോധന. തന്റെ ഔദ്യോഗിക പദവിയോ സുരക്ഷാ അകമ്പടിയോ ഇല്ലാതെ മുഖം മറയ്ക്കാതെ ഒരു സാധാരണ യാത്രക്കാരി എന്ന് തോന്നിക്കും വിധമാണ് കമ്മീഷണർ ബസ് സ്റ്റോപ്പിലെത്തിയത്. പിന്നാലെ തന്നെ പൂവാല ശല്യവും തുടങ്ങി. കമ്മീഷണറാണെന്ന് തിരിച്ചറിയാതെ അശ്ലീല ചൊവ്വയോടെ സംസാരിക്കുകയും അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചുമാണ് എല്ലാവരും എത്തിയത്. ഇവരെ എല്ലാം കമ്മീഷണറുടെ സുരക്ഷയ്ക്കായി അകലെ കാത്തുന്ന മഫ്തി പോലീസ് എത്തി പിടികൂടി. ലഹരി മരുന്നിന് അടിമപ്പെട്ടവർ മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ വരെ ഈ സംഘത്തിലുണ്ടായിരുന്നു. ഓരോ തവണയും ഒരാൾ ശല്യം ചെയ്യുമ്പോൾ കമ്മീഷണർ സിഗ്നൽ നൽകുകയും പോലീസ് ഉടൻ തന്നെ അവരെ പിടികൂടുകയുമായിരുന്നു. ഇതോടെ കമ്മീഷണർ അടുത്ത സ്ഥലത്തേക്ക് നടക്കും. ആളറിയാതെ വീണ്ടും പുരുഷന്മാർ പിന്നാലെ എത്തും. പിടികൂടിയവരിൽ പകുതിയോളം പേർ വിദ്യാർത്ഥികളും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമായിരുന്നു. ചിലർ മദ്യത്തിനും അടിമപ്പെട്ടിരുന്നു. ഇവരിൽ ആർക്കെതിരെയും ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം അവർക്ക് കൗൺസിലിംഗ് നൽകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീ പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ഇവരെ ബോധവൽക്കരിച്ചു. രാത്രികാലങ്ങളിൽ ജോലി കഴിഞ്ഞ് മടങ്ങുന്നവരും യാത്ര ചെയ്യുന്നവരുമായ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ നേരിട്ട് ബോധ്യപ്പെടാനാണ് താൻ ഈ പരീക്ഷണത്തിന് മുതിർന്നത് എന്നാണ് സുമതി IPS പറയുന്നത്. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ എത്രത്തോളം ഗൗരവതരമാണെന്ന് സുമതി IPS നടപ്പിലാക്കിയ പരീക്ഷണം അടിവരയിടുന്നുണ്ട്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലും സുരക്ഷാ അകമ്പടിയില്ലാതെ 3 മണിക്കൂർ പൊതുവിടത്തിൽ ചെലവഴിക്കാൻ സാധിക്കാത്ത സാഹചര്യം നടക്കുന്നതാണ്. വിദ്യാസമ്പന്നരും ഉയർന്ന ജോലി ചെയ്യുന്നവരും ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നവരിലുണ്ട് എന്നത് സ്ത്രീകളോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്താൻ കേവലം അക്കാദമിക് വിദ്യാഭ്യാസം മാത്രം പോരാ എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിടികൂടിയവർക്കെതിരെ ക്രിമിനൽ കേസുകൾക്ക് പകരം കൗൺസിലിംഗ് നൽകാനാണ് തീരുമാനം. അത് തികച്ചും ക്രിയാത്മകമാണ്. തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന യുവാക്കളെയും മറ്റും ബോധവൽക്കരണത്തിലൂടെ തിരുത്തുക എന്നത് സമൂഹത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിക്കാം. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും നൽകുന്ന ഇത്തരം പാഠങ്ങൾ ഭാവിയിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. സ്വന്തം സുരക്ഷിതത്വം പണയപ്പെടുത്തിയും ഔദ്യോഗിക പദവികൾ മാറ്റിവെച്ചും സുമതി IPS നടത്തിയ ഇടപെടൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയൊരു മാതൃക തന്നെയാണ്. മുറിയിൽ ഇരുന്നു കൊണ്ടുള്ള സുരക്ഷാ അവലോകനങ്ങളെക്കാൾ ഇത്തരം നേരിട്ടുള്ള പരിശോധനകൾ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നത് തന്നെ. രാത്രികാലങ്ങളിൽ ഭയമില്ലാതെ സഞ്ചരിക്കാനുള്ള സ്ത്രീകളുടെ അവകാശം ഉറപ്പാക്കാൻ ഇത്തരം നിരീക്ഷണങ്ങളും കർശനമായ ഇടപെടലുകളും അത്യാവശ്യമാണ്.